ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. വ്യവസ്ഥാ നിയമത്തിന്റെ വഴി യാത്ര ചെയ്യുമ്പോൾ സത്യത്തിൽ നമ്മളൊരു ക്രമത്തിലൊന്നുമല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോന്നിനെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ അതിനോട് അനുബന്ധമായി നിൽക്കുന്ന പലതും പറയേണ്ടി വരുന്നുണ്ട്. അപ്പോ നേരത്തെ വ്യവസ്ഥാ നിയമത്തെ കുറിച്ച് സംസാരിച്ചു വന്നപ്പോൾ പറഞ്ഞിരുന്ന രീതിയിലേ അല്ല ഇപ്പൊ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ചില കാര്യങ്ങളും വ്യാഖ്യാനിക്കേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ വന്നു കയറുന്നുണ്ട്. അതിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മനോമാതൃകയെ കുറിച്ചാണ്. മനോമാതൃക എന്ന് പറയുന്നത് സാമൂഹ്യ വ്യവസ്ഥകളിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് മനോമാതൃക എന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. അതിങ്ങനെയാണ്: മെന്റൽ മോഡൽ shapes actions, changing it transforms the whole system's behavior. മാനസിക മാതൃക, വ്യവസ്ഥാ വീക്ഷണത്തിലെ മാനസിക മാതൃക എന്നത് സമൂഹത്തിലെ വ്യക്തികളുടെ വിശ്വാസങ്ങളും മൂല്യങ്ങളും അനുമാനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ചിന്താ നിരീക്ഷണ സംവിധാനമാണ്. സാമൂഹ്യ വ്യവസ്ഥകളിൽ അന്തർലീനമായ ഈ ഘടകങ്ങൾ വ്യക്തികളുടെ പെരുമാറ്റത്തെ നിർണയിക്കുകയും തീരുമാനങ്ങളെയും ആവർത്തിച്ചുള്ള പ്രവർത്തനങ്ങളെയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. വിന്യാസങ്ങൾ പ്രതികരണങ്ങളെ നയിക്കുകയും മൂല്യങ്ങൾ മുൻഗണനകളെ നിർണയിക്കുകയും അനുമാനങ്ങൾ സാധ്യമായതിന്റെ പരിധികളെ നിർവചിക്കുകയും ചെയ്യുന്നു. ഇവ സംയുക്തമായി അദൃശ്യമായ സ്ഥലകാല രൂപഭാവഭവ ഘടനയെ രൂപപ്പെടുത്തുന്നു. ഈ മാനസിക മാതൃകകൾ മാറുമ്പോൾ മുഴുവൻ വ്യവസ്ഥയുടെയും ശേഷിയും പെരുമാറ്റവും ദിശയും മാറാൻ സാധ്യതയുണ്ടാകും. അതായത് സമൂഹ ഘടകങ്ങളുടെ ചിന്താ മാതൃക മാറ്റുമ്പോൾ മൊത്തം വ്യവസ്ഥയുടെയും പെരുമാറ്റവും അതിനൊത്തു മാറും. ഇതാണ് മനോമാതൃക എന്നുള്ളത്. ഇത് സാമൂഹ്യ വ്യവസ്ഥകളിലാണ് പ്രധാനമായിട്ടും സംഭവിക്കുന്നത്. എല്ലാ വ്യവസ്ഥകളും ആ ഘടകങ്ങളുടെ സമൂഹങ്ങളാണ് എന്നുള്ള വസ്തുതയെ മറന്നുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മനുഷ്യ സമൂഹം അല്ലെങ്കിൽ മൃഗസമൂഹം എന്നൊക്കെ പറയുന്ന ആ ഒന്നുണ്ടല്ലോ, ആ സമൂഹങ്ങളുടെ ഘടകങ്ങളുടെ മനോതലത്തിൽ നിന്നുകൊണ്ടാണ് ഇതിനെ നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പോ മനുഷ്യ സമൂഹത്തെ മാതൃകയായിട്ട് എടുത്തുകൊണ്ട് നമുക്കിതിനെ വിശദീകരിക്കാം. അപ്പൊ ഇത് കോശ സമൂഹമാണെങ്കിലും ശരി, പേശി സമൂഹമാണെങ്കിലും ശരി, അതിന്റെ എല്ലാം ഇടത്തും പ്രബലമാണ് എന്നത് കൂടെ മനസ്സിലാക്കുക. അപ്പോ സമൂഹത്തിലെ വ്യക്തികളുടെ വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, അനുമാനങ്ങൾ, മൂല്യങ്ങൾ, അനുമാനങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങൾ, പ്രധാനമായിട്ടും ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ചിന്താ നിരീക്ഷണ സംവിധാനം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത്. അതായത് മെന്റൽ മോഡൽ എന്ന് പറയുന്നത് ഒരു ചിന്താ പദ്ധതിയാണ്, നിരീക്ഷണ പദ്ധതിയാണ്. ഇത് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്, മനുഷ്യരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് അല്ലെ. ഇപ്പൊ ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുകയാണെന്നിരിക്കട്ടെ, അയാളുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചായിരിക്കും അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ. ഓരോ വ്യക്തിക്കും പ്രത്യേകം പെരുമാറ്റ രീതികളുണ്ട്. ആ പെരുമാറ്റങ്ങളെല്ലാം തന്നെ അയാളുടെ വിശ്വാസത്തിനനുസരിച്ചായിരിക്കും. ഒരു വ്യക്തിയുടെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അയാളുടെ അടിസ്ഥാനപരമായ ചില വിശ്വാസങ്ങളൊക്കെ. ഒരു കല്യാണ വീട്ടില് കല്യാണം എന്നുള്ള ചടങ്ങ് നടക്കുന്ന സമയത്ത് ഒരു വ്യക്തി അവിടെ ആ ചടങ്ങിനോട് കാണിക്കുന്ന ശരീരഭാഷ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപെടൽ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ഒരു 20-25% ബേസിക് ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു പൊതു ഇടത്തില് ഒരു കാര്യമുണ്ടാകുന്ന സമയത്ത് ഒരു വ്യക്തി എങ്ങനെ പെരുമാറുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളുടെ വേറെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോ ഇക്കോ വില്ലേജില് പലരും വന്ന് കയറുന്ന സമയത്ത് അവരുടെ ഇടപെടൽ, അവിടുത്തെ മൃഗങ്ങളോടുള്ള അവരുടെ ഇടപെടൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അയാൾ കമ്മ്യൂണിറ്റിക്ക് പറ്റുന്ന ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഒരാളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് അയാളുടെ അടിസ്ഥാന പ്രമാണങ്ങളെ വിളിച്ചോതുന്നതാണ്. അപ്പോ അടിസ്ഥാന പ്രമാണങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ മാറ്റം വരും എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം. സാമൂഹ്യ വ്യവസ്ഥകളിൽ അന്തർലീനമായ ഘടകങ്ങൾ വ്യക്തികളുടെ പെരുമാറ്റത്തെ നിർണ്ണയിക്കുകയും തീരുമാനിക്കുകയും ആവർത്തിച്ചുള്ള പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. മൂന്ന് കാര്യങ്ങൾ. ഒന്ന് വിശ്വാസങ്ങളാണ്. എന്താണ് വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ
വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവർത്തിച്ച് അയാൾ അനുഭവിച്ചിട്ടുള്ള ജീവിത പശ്ചാത്തലങ്ങളുണ്ട്, ജീവിതാനുഭവങ്ങളുണ്ടല്ലോ, ആവർത്തിച്ച് അയാൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്, അത് അയാൾ രൂപപ്പെടുത്തിയിട്ടുള്ള ധാരണകളുടെ, സ്മൃതികളുടെ ആകത്തുകയാണ് അയാൾ വിശ്വാസം എന്ന് പറയുന്നത്. അയാള് പല അനുഭവങ്ങളിലൂടെ പോയി. ഈ പല അനുഭവങ്ങളും അയാളുടെ ഉള്ളിൽ പല ഓർമ്മബിംബങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ ഓർമ്മബിംബങ്ങൾ അയാൾ നിലനിർത്തുന്ന ഒരു ധാരണാ സമൂഹമുണ്ട്. ആ കോംപ്രിഹെൻഷൻ എന്ന് പറയും. ആ കോംപ്രിഹെൻഷൻസ് ആണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വിശ്വാസമായിട്ട് മാറുന്നത്. അപ്പൊ ഇത് ഒരാളിപ്പോ ഒരു കയറ് കണ്ടു, ഇരുണ്ട വെളിച്ചത്തിൽ ഒരു കയറ് കണ്ടു, അവിടെ പാമ്പ് ആണെന്ന് അയാൾ മനസ്സിലാക്കി. അയാളപ്പോഴങ്ങനെയാണ് ധരിക്കുന്നത്. ആവർത്തിച്ച് കാണുമ്പോൾ അയാളെ സംബന്ധിച്ചോളം ആ സ്ഥലത്ത് പാമ്പുണ്ട് എന്ന വിശ്വാസത്തിലേക്ക് എത്തുന്നു. യഥാർത്ഥത്തിൽ അതൊരു കയറായിരിക്കും, പക്ഷെ ഇയാൾ പാമ്പാണെന്നുള്ള ധാരണയിലേക്കാണ് പോവുക. ആ വഴിയിലൂടെ അയാൾ പോവുകയാണെങ്കിൽ അയാൾ ഞെട്ടലോടുകൂടി, ഭീതിയോടുകൂടി ആയിരിക്കും അതിലൂടെ കടന്നു പോവുക. കാരണം പാമ്പിനോടുള്ള ഭയം അയാളുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ അതിനനുസരിച്ചാണ് അയാൾ അവിടെ ഇടപെടുക. അപ്പൊ ഇയാളുടെ പെരുമാറ്റത്തിൽ തന്നെ അത് ഉണ്ടായിരുന്നു വരാം. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ പാമ്പില്ല, കയറാണെന്നുള്ള കാര്യം ഇയാൾക്ക് അറിയില്ല. അപ്പൊ ഇത് ഇയാളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ വിശ്വാസം എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്നില്ല, ഇല്ലാത്തതിന്മേലുള്ള ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോ ഉണ്ടെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല, ഇല്ലാത്തതാണ് കാര്യം. പക്ഷെ അതിന്റെ പേരിൽ നമുക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പാണ് വിശ്വാസം. ആ വിശ്വാസം എന്ന് പറയുന്നത് ഉണ്ടായ അനുഭവങ്ങളുടെ സ്മൃതി മൂലം രൂപപ്പെട്ടിട്ടുള്ള ധാരണകളാണ്, ധരിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ വസ്ത്രം ധരിക്കുന്നുണ്ടല്ലേ, ധാരണ ചെയ്യുന്നതാണ്, ധരിക്കുന്നതാണ്, ശരീരത്തിന്റെ മുകളിൽ ധരിക്കുന്നതാണ്. അത് ശരീരമല്ല, ശരീരത്തിന്റെ മുകളിൽ നമ്മൾ അണിയുന്നതാണ്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണം. അപ്പോ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള വിശ്വാസം എന്നുള്ളത് അയാളുടെ പെരുമാറ്റത്തെ, ഈ പറയുന്ന രീതിയിലുള്ള പെരുമാറ്റത്തെ ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് മൂല്യങ്ങൾ. ഒരു പാമ്പിനെ കണ്ടു. ഈ പാമ്പ് എന്ന് പറയുന്നത്, പാവം ഒരു ജീവി, അത് എവിടെങ്കിലും പോയി ജീവിക്കണം, മറ്റുള്ളവരുടെ കൺവട്ടത്ത് പെട്ടിട്ട് ജീവൻ ഹനിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു കരുണാപൂർണമായ ഒരു അവസ്ഥ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇത് നമ്മുടെ ജീവിത മൂല്യമാണ്. മൂല്യം എന്നുള്ളത് നമ്മുടെ ശരീരം എന്നുള്ളൊരവസ്ഥ ജൈവതയോടുകൂടി ജീവിക്കുന്ന സമയത്ത് അത് അണിയുന്ന ചില നിലപാടുകളാണ്, ചില കാഴ്ചപ്പാടുകളാണ്. ഈ വിശ്വാസവും മൂല്യവും തമ്മിൽ ബന്ധമുണ്ട് കേട്ടോ. അപ്പോ ഈ മൂല്യം എന്ന് പറയുന്നത് ഉള്ളിലുണ്ടാവുമ്പോൾ സവിശേഷ ഗുണമാണത്. ആ സവിശേഷ ഗുണം പലതരത്തിലാവാം. പാമ്പിനെ കണ്ടിട്ട് അപ്പൊ തല്ലിക്കൊല്ലണം എന്ന് വിചാരിക്കുന്ന രീതിയിലാവാം. ആ പാമ്പ് മറ്റുള്ളവരുടെ കയ്യിൽ പെടാതെ പോകണം എന്ന് വിചാരിക്കുന്നതാകാം. പാമ്പിനോട് കരുണാപൂർവ്വം, സ്നേഹപൂർവ്വം, വാത്സല്യപൂർവ്വം കാണുന്നതാവാം. ഈ പാമ്പിന് കരുണാപൂർവ്വം കാണുക എന്ന് പറയുന്നതിൽ അത്രയും ഒരു വിശാലമായ കാഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. മറ്റേത് പാമ്പ് എന്നുള്ളത് ശത്രുവായിട്ടാണ് മനസ്സിലാക്കപ്പെടുക. അപ്പോ ആ ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാമ്പിനെ കാണുന്ന സമയത്ത് അയാളുടെ ഉള്ളിൽ ഉള്ള മൂല്യമുണ്ടല്ലോ, ആ മൂല്യമാണ് അവിടെ അയാളുടെ പെരുമാറ്റത്തിൽ കാണുക. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഭയന്ന് ഇയാൾ ഓടുകയാണെങ്കിൽ പാമ്പ് എന്നുള്ളത് ശത്രു എന്നല്ല, പാമ്പ് ഭയപ്പെടുത്തുന്ന ഒരു ജീവിയാണെന്നുള്ള വിശ്വാസം ഇയാളിൽ ഉള്ളതായിട്ട് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ തല്ലാൻ വടിയെടുക്കുന്നതാണെങ്കിൽ അതിനെ കണ്ടു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലേണ്ടതാണെന്നുള്ള പ്രതികരണ സ്വഭാവം പ്രകടമാക്കുന്നതായിരിക്കും. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പതുക്കെ അതിനെ രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കി കൊടുക്കുക. നമ്മൾ അനുവദിക്കേണ്ട കാര്യമില്ല, പക്ഷെ വഴിയൊരുക്കി കൊടുക്കുക. മറ്റുള്ളവ അതിനെ ഉപദ്രവിക്കാതെ വഴിയൊരുക്കി കൊടുക്കുക എന്നുള്ള രീതിയിലും നമുക്ക് അതിനോട് ഇടപെടാൻ പറ്റും. അപ്പൊ ഇത് അയാളുടെ മൂല്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്ന അനുമാനങ്ങളാണ്. നമ്മളെ പല അനുഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെയാണ്, ലോകം ഇങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ഒരു ധാരണയുണ്ട്. ആ ധാരണയ്ക്കനുസരിച്ച് നമ്മൾ അനുമാനിക്കുന്നു, ഇതാണ് ഇനി വേണ്ടത് എന്നുള്ള രീതിയിൽ അനുമാനം. ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ അനുമാനങ്ങൾ. അതായത് വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, അനുമാനങ്ങൾ എന്ന രീതിയിൽ മൂന്ന് കാര്യങ്ങളും ചേർന്നുകൊണ്ടാണ് അയാളുടെ പെരുമാറ്റത്തെ നിർണയിക്കുന്നത്. ഈ പെരുമാറ്റം തന്നെയാണ് ആവർത്തിച്ച് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അവരുടെ തീരുമാനങ്ങളെ നിർണയിക്കുക, അവരുടെ പ്രവർത്തനങ്ങളെ നിർണയിക്കുക. അപ്പൊ ഇത് മെന്റൽ മോഡൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മെന്റൽ മോഡലാണ്. അയാളുടെ ബിഹേവിയർ തീരുമാനിക്കുക. ഒരു സമൂഹത്തിലെ മൊത്തത്തിൽ എടുക്കുന്ന സമയത്ത് സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കപ്പെടുന്ന കാര്യം, സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മൂല്യങ്ങൾ കൊള്ളുന്ന കാര്യം, സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ അനുമാനിക്കുന്ന കാര്യം,
അതാണ് സമൂഹത്തിൽ നടക്കുക. അപ്പോൾ സൗത്ത് ഇന്ത്യയില് എനിക്ക് നോർത്ത് ഇന്ത്യയെ കുറിച്ച് വലുതായിട്ട് അറിയില്ല. സൗത്ത് ഇന്ത്യയിൽ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട് ഭംഗിയായിരിക്കണം, ഗുണകരമായിരിക്കണം, സുന്ദരമായിരിക്കണം എന്നുള്ള മൂല്യം നമുക്കില്ല. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കും ചപ്പുചവറുകളും എല്ലാം ഇങ്ങനെ നിരന്ന് പരന്ന് കിടക്കും. എന്തുകൊണ്ടാണത്? നമ്മുടെ മൂല്യരാഹിത്യം കൊണ്ടാണ്. ഒരു വ്യക്തിയുടെ മൂല്യരാഹിത്യം കൊണ്ടാണോ ഇത്തരം കാര്യങ്ങൾ അറിയുന്നവരും താല്പര്യമുള്ളവരും നല്ല രീതിയിൽ വീട് വെച്ചു പിടിപ്പിക്കുന്നവരും ഒക്കെ ഇവിടെ ഇല്ലേ? ഉണ്ട്. പക്ഷെ സമൂഹം മുഴുവൻ അങ്ങനെയല്ല. സമൂഹത്തിലെ ഭൂരിഭാഗവും അങ്ങനെയല്ല. സ്വന്തം വീട് സ്വന്തമായിരിക്കുമ്പോഴും അതിലെ വേസ്റ്റ് വെളിയിലേക്ക് കൊണ്ട് കളയുന്ന സ്വഭാവമുള്ളവരാണ് ഇന്ത്യക്കാര്. അപ്പൊ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരന്റെ ഗുണമോ ഒരു ഇന്ത്യക്കാരന്റെ ദോഷമോ അല്ല, ഇത് പൊതു സമൂഹത്തിന്റെ ദോഷമാണ്. അപ്പോ ഈ പിന്നെ ഇവിടെ പറയുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് വിശ്വാസങ്ങൾ പ്രതികരണങ്ങളെ നയിക്കുന്നു. എന്താണ് വിശ്വസിക്കുന്നത് അനുസരിച്ചാണ് പ്രതികരണം. ഞാനത് പറഞ്ഞതാണ് നേരത്തെ. അവരുടെ പ്രതികരണങ്ങളെ നയിക്കുന്നു. മൂല്യങ്ങൾ മുൻഗണനകളെ നിർണ്ണയിക്കുന്നു. പാമ്പിനെ രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്നു, അതിനെ കൊല്ലണമെന്ന് വിചാരിക്കുന്നു. ആ പ്രിഫറൻസസിനെ നിർണ്ണയിക്കുന്നത് മൂല്യങ്ങളാണ്. അതുപോലെ അനുമാനങ്ങൾ സാധ്യമായതിന്റെ പരിധികളെ നിർണ്ണയിക്കുന്നു. എന്താണോ പോസിബിൾ ആയിട്ടുള്ളത് അതിന്റെ പരിധികളെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. സാധ്യതകൾ എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ, പാമ്പിനെ രക്ഷപ്പെടാൻ അനുവദിക്കുക, അത് ഏതെല്ലാം വഴി പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മുൻകൂർ കാണുന്നത്, അത് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്, ഭാവിയെ കൈകാര്യം ചെയ്യുന്നതാണത്. അപ്പൊ ഇത് ത്രികാലങ്ങളെ ആണ് ഈ പറയുന്നത്. അപ്പോ അനുമാനങ്ങൾ സാധ്യമായതിന്റെ പരിധികൾ നിർണ്ണയിക്കുകയും ചെയ്യുന്നു. ഇവ സംയുക്തമായി, ഇത് മൂന്നും സംയുക്തമായി അദൃശ്യമായ സ്ഥലകാല രൂപഭാവ ഭവഘടനയെ രൂപപ്പെടുത്തുന്നു. ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യത്തിന്റെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സമൂഹത്തിന്റെ സ്ഥലത്തെക്കുറിച്ച്, അത് എവിടെ സംഭവിക്കണം, അതുപോലെ തന്നെ ഏത് കാലത്ത് സംഭവിക്കണം, ഏത് രൂപത്തിൽ സംഭവിക്കണം, ഏത് ഭാവത്തിൽ സംഭവിക്കണം എന്നുള്ള ഘടന മാനിഫെസ്റ്റ് ചെയ്യും. അപ്പൊ ഇനി ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ എന്താണെന്നുള്ളത്, ഈ വ്യവസ്ഥ, സാമൂഹ്യ വ്യവസ്ഥ ഇനി എങ്ങനെ ബിഹേവ് ചെയ്യും, ഇനി എന്തായിരിക്കും അതിന്റെ ഭാവി എന്ന കാര്യത്തെ അദൃശ്യമായി രൂപപ്പെടുത്തുന്നത് ഈ വിശ്വാസങ്ങളാണ്, മൂല്യങ്ങളാണ്, അനുമാനങ്ങളാണ്. ഏതൊരു സാമൂഹ്യ വ്യവസ്ഥയുടെയും പൊതുവായ ഭാവി എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത്, അതിന്റെ സ്ഥലം, കാലം, രൂപം, ഭാവം ഇത് തീരുമാനിക്കുന്നത് ഇതിന്റെ മെന്റൽ മോഡലാണ്. ഈ മാനസിക മാതൃക മാറുമ്പോൾ മുഴുവൻ വ്യവസ്ഥയുടെയും ശേഷിയും പെരുമാറ്റവും ദിശയും മാറാൻ സാധ്യതയുണ്ടാവും. ഈ മനോമാതൃകയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളപ്പോ ആ മനോമാതൃകയിൽ നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് സത്യത്തിൽ ആ വ്യവസ്ഥയുടെ ശേഷി തന്നെ മാറ്റും. കാരണം അവരുടെ ബിഹേവിയർ പാറ്റേൺ മാറും, ബിലീഫ് സിസ്റ്റം മാറും, അവരുടെ കോൺഫിഡൻസ് മാറും, ധർമ്മബോധ്യം മാറും. ഇതെല്ലാം മാറുന്ന സമയത്ത് ടോട്ടൽ വ്യവസ്ഥയുടെയും ഫാക്കൽറ്റി എന്ന് പറയുന്നത്, കേപ്പബിലിറ്റി എന്ന് പറയുന്നതിൽ മാറ്റം വരും. അതുപോലെ തന്നെ അതിന്റെ ബിഹേവിയർ, ഏത് രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുക, ഏത് രീതിയിലാണ് ഇത് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ മാറ്റം വരും. അതിന്റെ ഡിറക്ഷൻ മാറും. അതായത് ഈ സമൂഹ ഘടകങ്ങളുടെ ചിന്താമാതൃക മാറിയാൽ മൊത്തം വ്യവസ്ഥയുടെ പെരുമാറ്റവും അതിനൊത്തും മാറും. അപ്പോ സാമൂഹ്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മെന്റൽ മോഡൽ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതൊരു പാറ്റേൺ ആണ്. പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ പാറ്റേൺ എന്ന് പറയുന്നത് എല്ലാ വ്യവസ്ഥയിലും കാണുന്നതല്ല. നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നതൊക്കെ എല്ലാ വ്യവസ്ഥയിലും കാണുന്നതാണ്. ഈ മോഡൽ എന്നുള്ളത് ഓരോന്നിലും ഉണ്ടാകുന്നത് യുണീക്കായിരിക്കും. അതിലും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് മറ്റു പല ഇടങ്ങളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ എന്താ പറയാ, നൂറാംകുരങ്ങൻ പ്രഭാവത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നൂറാംകുരങ്ങൻ പ്രഭാവം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ മൊത്തം ഒരു കൂട്ടം ഘടകങ്ങൾക്ക് ഒരു ചിന്താമാതൃക, മെന്റൽ മോഡൽ ഉണ്ടാവുന്ന സമയത്ത് ആ മെന്റൽ മോഡൽ മറ്റുള്ളവയെയും സ്വാധീനിക്കുമെന്നുള്ളതാണ്. നേരിട്ട് കണക്ഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പോ ഇതിന് നടത്തിയ ഒരു പരീക്ഷണം നടത്തി, ഒരു ദ്വീപില്, അടുത്തടുത്തിരിക്കുന്ന രണ്ട് ദ്വീപുകളിൽ ഒരു ദ്വീപിലെ 100ഓളം കുരങ്ങന്മാരിൽ ഒരു ബിഹേവിയർ പാറ്റേൺ ചേഞ്ച് വന്നു കഴിഞ്ഞപ്പോ
അടുത്ത ദ്വീപിലെ കുരങ്ങന്മാരും ആ ബിഹേവിയർ സ്വായത്തമാക്കാൻ തുടങ്ങി എന്നുള്ള ഒരു പരീക്ഷണമാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോ മനോമാതൃകകൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, എല്ലായിടത്തിലും കൂടെ ചേർന്ന് നിൽക്കുന്നതാണ്. ഇവയെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഒരു സമൂഹം ഉണ്ടാവുന്നത്. സമൂഹത്തിന്റെ ബിഹേവിയർ അതിനനുസരിച്ച് ഉണ്ടാവുന്നത്. അപ്പോ സാമൂഹ്യ ഘടകങ്ങളുടെ വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, അനുമാനങ്ങൾ ഇവയ്ക്കനുസരിച്ച് അവയുടെ മെന്റൽ പാറ്റേണില്, ബിഹേവിയർ പാറ്റേണില് മാറ്റം വരും. അത് ടോട്ടൽ സിസ്റ്റത്തിന്റെ ബിഹേവിയറിനെ ബാധിക്കും. സോ ടോട്ടൽ സിസ്റ്റത്തെ തന്നെ അതിനെ ലീഡ് ചെയ്യും. അപ്പോ ഒരു സാമൂഹ്യ വ്യവസ്ഥ കൃത്യമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വർക്ക് ചെയ്യേണ്ട ഇടം എന്ന് പറയുന്നത് അതിന്റെ മെന്റൽ മോഡലിലാണ്. മെന്റൽ മോഡലിനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റിയാൽ, ടച്ച് ചെയ്യാൻ പറ്റിയാൽ, മാറ്റം വരുത്താൻ പറ്റിയാൽ, ദാറ്റ് വിൽ ചേഞ്ച് ദ എൻറ്റയർ തിങ്. അപ്പൊ ഈ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ശരീര വ്യവസ്ഥയാണെങ്കിലും ശരി, കോശ വ്യവസ്ഥയാണെങ്കിലും ശരി, സാമൂഹ്യ വ്യവസ്ഥയാണെങ്കിലും ശരി, ഭൗമ വ്യവസ്ഥയാണെങ്കിലും ശരി, അതിനെ അതിലേക്ക് ഇടപെടാനായിട്ട് ഉള്ള ഒരു പാഠവും നിങ്ങൾക്കുണ്ടാകട്ടെ, നിരീക്ഷണവും പാഠവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.